അങ്ങനെ വരാൻ വഴിയില്ല. ഇതാണ്. എടാ, സുജിത്തിന് വേറെ നമ്പർ വല്ലതും ഉണ്ടോ? എനിക്കിവിടെ വന്നിട്ട് അവനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് അയക്കണേ. എന്താ ഒരു ടെൻഷൻ പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേട്ടൻ മലയാളിയാണോ? ചേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ? എൻ്റെ ബോയ് ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ വന്നിട്ട് 2 ദിവസമായി. എനിക്ക് അവനെ കോണ്ടാക്ട് ചെയ്തവരെ പറ്റില്ല. അവൻ്റെ ഓഫീസിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? പിന്നെന്താ, നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുമ്പം ചെയ്യാതിരിക്കാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കാം. എടാ, ഞാൻ സുഹൃത്തിൻ്റെ അടുത്തോട്ട് പോവാ. ഞാൻ എത്തിയിട്ട് വിളിക്കാം. ആ, മറക്കും. അല്ല പിന്നെ. ശരി, ബൈ. ഹായ്, ഞാൻ ദൃശ്യ. ഇവിടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തിൻ്റെ ഫ്രണ്ടാണ്. ഒന്ന് സുഹൃത്തിനെ കാണാൻ പറ്റുമോ? സുജിത് ദിനേശാണോ? ആ, അതെ. ആളിവിടെ ഇല്ലല്ലോ. മെസ്സേജ് ചെയ്ത് നാട്ടിൽ പോയി. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. നിങ്ങൾക്ക് ആളും അറിയാതോ? ഇതാണ്. ഇവനെ എനിക്കറിയാലോ. നമ്മളിവിടെ വർക്ക് ചെയ്തത്. കുറച്ച് മുമ്പ് റിസൈൻ ചെയ്ത് പോയതാ. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. താങ്ക് യു. അവിടെ ഞാൻ നോക്കിയിട്ട് പറയാത്. അവിടെ ഒരു മിനിറ്റ്, ഞാൻ എന്നെ ഇപ്പോൾ തിരിച്ച് വിളിക്കാവേ. താനിതുവരെ പോയില്ലേ? ഇല്ല, ഞാൻ പറയുന്നുണ്ടെന്നും തോന്നരുത്. സുജിത്തിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ ആളത്ര വെടുപ്പല്ല. പിന്നെ എൻ്റെ അറിവിൽ സുജിത്തിൻ്റെ ഗേൾ ഫ്രണ്ട് താനല്ല. ചേട്ടാ, വാ പോവാം. ആളെ കിട്ടിയോ? ഹലോ. ഹലോ. എടാ, സുഹൃത്തിനെ കണ്ടു. ഞങ്ങളെ ഒന്ന് പുറത്തു പോവാ. നിന്റെ റൂമിലെത്തിയിട്ട് വിളിക്കാട്ടോ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ സുഹൃത്തിനെ കണ്ട നീ എന്നെ മറക്കുന്നു. എത്തിയിട്ട് വിളിക്കട്ടോ. ആ, ശരി. ഇന്ന് ജോയിൻ ചെയ്യണമല്ലേ? യെസ് മാം. സി ദൃശ്യ, നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഫുൾ സാലറി തരാൻ പറ്റില്ല. അപ്പോൾ ദൃശ്യ ആലോചിച്ചിട്ട് ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ വേറെ കമ്പനി നോക്കിക്കോളൂ. എൻ്റെ അറിവിൽ സുജിത്തിൻ്റെ ഗേൾ ഫ്രണ്ട് താനല്ല. സി ദൃശ്യ, നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഫുൾ സാലറി തരാൻ പറ്റില്ല. ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ വേറെ കമ്പനി നോക്കിക്കോളൂ. ചേട്ടാ, 11:50. ഇത് രണ്ടുമാണെങ്കിൽ 2:50. ഹായ്. നീ എന്താ ഇവിടെ? ഒറ്റയ്ക്കൊന്ന് സൂഹിക്കാന്ന് കരുതിയില്ലേ? നല്ല സുഖാണല്ലോ ഇവിടെ. നാരിക്ക് ജോലി വല്ലതും കിട്ടിയോ? ജോലി എനിക്കോ? പിന്നെ നാട്ടിൽ വല്ല പ്രശ്നമുണ്ടായോ? പുതിയ പ്രശ്നമൊന്നുമില്ല. കട്ടിലൊന്നുമില്ലേ? ആ ബൈ. കിത്തന ഹോ ഗയാ?
അതെ ഒരു 50. നാട്ടിലെവിടെ? നാട്ടിൽ എറണാകുളം. ചേട്ടനോ? കോട്ടയം. ശരി. ഇതിപ്പോ ഓർഡർ ചെയ്തേ? ഇതാകുമ്പോൾ സുഖം. വാട്സപ്പിൽ ഓർഡർ ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് എത്തും. ഇതാകുമ്പോൾ 50 dirhams ആയുള്ളൂ. വെറുതെ ഇല്ല, നീ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാത്തല്ലേ. നല്ല സുഖം ഇവിടെ. ഈ 50 dirhams എത്രയാന്ന് മോൻ അറിയോ? നാട്ടിൽ 1250 രൂപ വരും കേട്ടോ. ഇനി മേലെ എന്നോട് ചോദിക്കാൻ സാധനം മേടിക്കരുത്. 1250 രൂപ? അതെ, ഒരു 100ന്റെ ഓർഡറും കൂടി വരാനുണ്ട്. മുകളിലാളുണ്ട്. അടുത്തുണ്ട്, എൻ്റെ അടുത്തുണ്ട്. ചെല്ലു. ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണേ. ആ എടാ ഓക്കെ മുകളിൽ ഒന്ന് നിർത്തോ? രാവിലെ തൊട്ട് വൈകുന്നേരം ഇവിടെ വെറുതെ ഇരിക്കല്ലേ? നിനക്ക് ഇതൊന്നും വൃത്തിയാക്കില്ല എന്താ? വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. ആരോടെങ്കിലും ദേഷ്യം എന്നോട് കേൾക്കില്ലേ? എന്ത് ദേഷ്യം? എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല. അത് മനസ്സിലാവുന്നുണ്ട്. സുഹൃത്തിൻ്റെ കല്യാണം ഉറപ്പിച്ചു. എന്തേലും പറയാനുണ്ടെങ്കിൽ അയാൾ വിളിച്ചു പറ. അപ്പൊ നിനക്കറിയായിരുന്നോ? അറിയാവുന്നതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ. വെറുതെ ഒറ്റയ്ക്ക് സഫർ ചെയ്യില്ലേ. എനിക്കിവിടെ പറയാനാ. സുഹൃത്തിനെ വിശ്വസിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നപ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ജോലിക്ക് പോയി നിൽക്കും. അവൻ പൈസ തരുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? ആരോടാ പറയാ? ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്കിവിടെ ഒറ്റയ്ക്ക് പറ്റില്ല. സാരമില്ല, നമുക്കെല്ലാം ശരിയാക്കാം. ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. പാനിക് അറ്റാക്കാണ്, പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സും മെഡിറ്റേഷൻസും ഒക്കെ പറഞ്ഞുതരാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾ ഇതിലൂടെ ഒറ്റയ്ക്ക് ഗോ ത്രൂ ചെയ്യാതെ നോക്കണം. താൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഹായ്. ഇങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നു. നാട്ടിൽ നിന്ന് അനിയൻ വന്നിട്ടുണ്ട്. അതപ്പം ഒരു കൂട്ടായല്ലോ. ശരി, കാണാം. കഴിച്ചു നോക്ക്, എൻ്റെ സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ നല്ലതല്ലേ? സൂപ്പർ. ഇനി എന്നെ മോട്ടിവേറ്റ് ചെയ്യാണെങ്കിലും കിച്ചണിൽ കയറണ്ട കേട്ടോ. ഞാൻ എന്തോ ഐഡിയ ഉണ്ട് പറയില്ലേ? എന്താ അത് നമ്മളിങ്ങനെ ഇരുന്നാൽ പോരല്ലോ. ഇത് വല്ലതും നടക്കുവോ? നടക്കാത്ത കാര്യം ഞാൻ പറയൂ. എടാ, ഇവിടെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലേ എന്തൊക്കെ നൂലാമാലകൾ ഉണ്ടെന്ന് അറിയോ? എൻ്റെ ഫ്രണ്ട് വാജിന് അസാസ് എന്ന് പറഞ്ഞൊരു കൺസൾട്ടൻസി ഉണ്ട്. അവരേൽപ്പിച്ചിട്ടൊക്കെ സ്മൂത്തായിട്ട് നടക്കും. നല്ല സ്കോപ്പുള്ള പരിപാടി കോണ്ടന്റ് ക്രിയേഷൻ. അതിനൊരു പേജൊക്കെ വേണ്ടേ? ആ പേജിൽ നല്ലൊരു പേര് വേണം. ആ, പേരിടണം.
കിട്ടിയോ? ഇല്ല. പേര് കിട്ടി. എന്ത്? ഇത് നമ്മുടെ കഥയാണല്ലോ. എന്താ കഥ എന്നാണ് പേര്? ഹിക്കായ, ലിറ്റിൽ ഹിക്കായ എന്നുവെച്ചാ അറബിയിലെ കഥ. പക്ഷെ എനിക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് ഈ റൂം ഉള്ളത് കേട്ടോ. ഇതിന് ജോലി കളയണമെന്ന് ആരാ പറഞ്ഞേ? എന്നാലും നമുക്ക് എന്താടാ ഈ ഐഡിയ നേരത്തെ തോന്നാഞ്ഞേ? നീ നേരത്തെ ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ നേരത്തെ തോന്നിയ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഇതിന് ഇത്ര സൗണ്ടോ? ഇതിലുള്ള സമയത്ത് പ്രാർത്ഥിച്ചാലേ എല്ലാം നടക്കും. United States and Israel are launching airstrikes across Iran. अहम खबर आ रही है, इसराइल ने कहा है कि ईरान पर पेशगी हमले शुरू कर दिए गए हैं. ഇത് എങ്ങോട്ടുള്ള പോക്കാണ്?